നമുക്ക് ഡി ഇസഡിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഡി എ ഇസഡ് അല്ല വേണ്ടത്, എ ഇസഡ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സ്മോൾ ഡിസ്റ്റൻസ് ആണ് എടുത്തേക്കുന്നത്. ആ സ്മോൾ ഡിസ്റ്റൻസിനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ടോട്ടൽ ലെങ്ത് എങ്ങനെയാണ് വരുന്നത്? -h2 +h വരെയാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പൊ അതിന് രണ്ട് രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയത് കാരണം നമുക്ക് -h2 0 വരെ ഒരു ഇന്റഗ്രലിൽ കൊടുക്കാം. അതുപോലെ തന്നെ 0 to +h വരെ അടുത്ത ഇന്റഗ്രൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഡി എ ഇസഡ് എന്ന് പറഞ്ഞാൽ μi dz കറന്റ് എലമെന്റ് e⁻ പ്ലസ് ഇന്റഗ്രൽ 0 to +h, അതായത് -h2 +h ഇവിടെ dz ഉണ്ട്, ഇന്റഗ്രേഷൻ ആണ് dz +h μiz into e⁻j⁻r/4πr into dz. ഇതാണ് നമ്മളുടെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഐ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചായിരുന്നു. -h2 0 വരെ ഇസഡിനേക്കാൾ ലെസ് ദാൻ വാല്യൂ ആകുമ്പോൾ സൈൻ ബീറ്റ h പ്ലസ് ഇസഡ് എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് സൈൻ ബീറ്റ h പ്ലസ്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് -h2 +h വരെ ഉള്ളിടത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുമ്പോൾ ഐയുടെ പ്ലേസിൽ നമ്മൾ ആദ്യത്തെ കേസ് -h2 0 എന്നുള്ള കേസിൽ നമ്മൾ -h2 0 എന്നുള്ളത് സൈൻ ബീറ്റ h പ്ലസ് ഇസഡ് e⁻j⁻r. അതുപോലെ തന്നെ ഇവിടെ മ്യൂവും രണ്ടിടത്തും കോമൺ അല്ലേ, μ/4π, അത് ഔട്ട് സൈഡിലോട്ട് എടുക്കുവാണ്. ബാക്കിയുള്ള ടേം ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെയാണെങ്കിൽ +0 to പ്ലസ് വരുമ്പോഴത്തേക്ക് 0 to h im സൈൻ ബീറ്റ h-z, അതായത് z ഗ്രേറ്റർ ദാൻ 0-ക്കകത്താണെങ്കിൽ ഐയുടെ വാല്യൂ ആണ് സൈൻ ബീറ്റ h-z e⁻j⁻r into dz എന്നാണ്. ഇനി നമ്മളുടെ ആ ഡയഗ്രത്തിനകത്ത് ഓൾറെഡി തന്നെ പറഞ്ഞു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ അത് സെന്ററിൽ നിന്ന് നമുക്ക് പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് r ആയിട്ട് എടുത്തു. തൊട്ടപ്പുറം നമുക്കറിയാം കറന്റ് എലമെന്റ് ഐ ഡി z എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ r ആയിട്ടാണ് എടുത്തത്. അപ്പൊ അതിന് ഡിസ്റ്റൻസ് നമ്മൾ എടുത്തുമ്പോൾ r z cos θ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒരു ലാർജ് ഡിസ്റ്റൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ രണ്ട് ലൈൻസിനെ നമുക്ക് എങ്ങനെയാ പാരലായിട്ട് നമുക്ക് അസ്യൂം ചെയ്യും. പാരലായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ r is equal to r എന്ന് പറഞ്ഞ ഈ ക്യാപിറ്റൽ r എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾ സ്മോൾ r ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ ഈ തന്ന നമ്മുടെ അസംഷൻ നമ്മളുടെ ഈ ഇക്വേഷനകത്തോട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആറിന്റെ പ്ലേസിലുള്ള നമ്മൾ ഏത് വാല്യൂ കൊടുക്കും? സ്മോൾ ലെറ്റർ r എന്നുള്ള വാല്യൂ കൊടുക്കും. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കിടക്കുന്ന ടേംസിലെല്ലാം നമ്മൾ r- cos z എന്നേ കൊടുക്കത്തുള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്ന ക്യാപിറ്റൽ ആറിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ? സ്മോൾ ആറിന്റെ വാല്യൂ കൊടുക്കത്തുള്ളൂ. നമുക്കത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. az μ/4π -h2 0 im sin ബീറ്റ h പ്ലസ് z e⁻j⁻. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ആർ ഉണ്ടായിരുന്നത് ഇത് ഡിപ്പെൻഡന്റ് ഫാക്ടർ. അപ്പൊ ഇതിന്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിന് വെറും സ്മോൾ ലെറ്റർ r കൊടുക്കാൻ പറ്റത്തില്ല. r - z cos θ എന്നുള്ള വാല്യൂ കൊടുക്കാം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ആയിരുന്നു. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സ്മോൾ ആറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. സെയിം ഈ കേസിൽ അതുപോലെയാണ്. ഇവിടെ നമുക്ക് r - z cos θ എന്നുള്ള വാല്യൂ ആണ് ക്യാപിറ്റൽ ആറിന് കൊടുക്കുന്നത്. ഡിനോമിനേറ്റർ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് കാരണം സ്മോൾ ലെറ്റർ r എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടെ നോക്കാം. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ ഏതായിരിക്കും? μ/4π ഉണ്ട് ഓൾറെഡി തന്നെ. പിന്നെ ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് im എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. e⁻j⁻r, കാരണം വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാണ് നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇസഡിന്റെ ടേം മാത്രം നമ്മൾ ഇന്റഗ്രേഷൻ സൈനകത്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്ന വാല്യൂസ് എല്ലാം നമുക്ക് കോമൺ ആയിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഈ മൈനസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -j⁻r - പ്ലസ് e⁻z cos θ. e⁻z cos θ നമ്മൾ വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കേസ്, ഈ രണ്ട് കേസിനകത്ത് im e⁻ j⁻r/4πr r കോമൺ അല്ലേ, r ഔട്ട് സൈഡ്. പിന്നെ -h2 0 സൈൻ ബീറ്റ h പ്ലസ് z e⁻j⁻, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വന്നതാണ് ഇവിടെ, j⁻z cos θ dz പ്ലസ് 0 to h സൈൻ ബീറ്റ h - z e⁻j⁻z cos θ dz നമ്മൾ റീഅറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്തു. നമ്മളുടെ ടോട്ടൽ ലെങ്ത് എന്താ? L ആണ്. L എന്ന് പറഞ്ഞാൽ 2h എടുത്ത്. 2h എന്ന് പറയുന്നത് λ/2 ആണ്. അപ്പൊ നമുക്ക് ഈ h എന്ന് പറയുന്നതിന് എന്താക്കാം? λ/4 എന്ന് എഴുതാൻ പറ്റും. നമുക്കിവിടെ h എന്നുള്ള പ്ലേസിലെല്ലാം λ/4 നിൽക്കാം. അതുപോലെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ λ/4 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്താ? π/2 ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് 2π/λ എന്നുള്ള വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്താണ്? എച്ചിന്റെ വാല്യൂ, എച്ചിന്റെ പ്ലേസ്, അതായത് സൈൻ ബീറ്റ h പ്ലസ് ഇസഡിനകത്ത് h എന്നുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാം. അപ്പം സൈൻ ബീറ്റ h പ്ലസ് ഇസഡ് വരുമ്പോൾ എന്തായിരിക്കും?
സൈൻ ബീറ്റ. എച്ചിന്റെ പ്ലേസിൽ നമുക്ക് π/2 എന്നുള്ള വാല്യൂ π/2 പ്ലസ് ഇസഡ്, അതായത് സൈൻ π/2 പ്ലസ് തീറ്റ. അപ്പൊ എന്താ കോസ് തീറ്റ. സൈൻ എന്ത് വരും π/2 പ്ലസ് തീറ്റ. അപ്പൊ നമുക്ക് എന്താ നമ്മൾ ഇതിനകത്ത് എഴുതാറുള്ളത് കോസ് തീറ്റ എന്ന് എഴുതും. അതുപോലെ തന്നെ വേറൊന്നാണ് സൈൻ π/2 മൈനസ് തീറ്റ. അതും എന്തായിരിക്കും കോസ് തീറ്റ ടേമാണ്. സോ നമ്മൾ അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് സൈൻ എച്ച് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ബീറ്റ π/2 മൈനസ് ഇസഡ്. അപ്പൊ എന്തായിരിക്കും കോസ് ബീറ്റ ഇസഡ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ഈ രണ്ട് പ്ലേസിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കോസ് ബീറ്റ ഇസഡ് എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെയായിട്ട് മാറും എ ഇസഡ് ഇസ് ഈക്വൽ ടു മ്യൂ im e raised to j beta r divided by 4πr ഇൻറ്റു. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ അവിടെ വരെ ചെയ്തു. ഇനിയിപ്പോ ഇൻറ്റു 4πr ഡിവൈഡ് ബൈ 4πr 0 to h. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നേരെ -h2 0 ആയിരുന്നു. -h2 0 വരുമ്പോൾ ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ എന്തായിരിക്കും മൈനസ് ആയിട്ട് വരും. അപ്പൊ എന്താ കോസ് ബീറ്റ ഇസഡ് സൈന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു. കോസ് ബീറ്റ ഇസഡ് e raised to minus j beta z cos theta dz പ്ലസ് 0 to h cos beta z e raised to j beta z cos theta dz. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡിസെഡിലാണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ രണ്ട് ടൈമിൽ ഏത് ടൈമാ കോൺസ്റ്റന്റ് കോമൺ ആയിട്ടുള്ളത് കോസ് ബീറ്റ ഇസഡും കോസ് ബീറ്റ ഇസഡും. അത് നമ്മൾ ഔട്ട് സൈഡിലേക്ക് മാറ്റി. അപ്പൊ എന്താ e raised to minus j beta z cos theta പ്ലസ് e raised to പ്ലസ് ജെ ബീറ്റ ഇസഡ് കോസ് തീറ്റ. നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചിട്ടുണ്ട് ഏതാണ് e raised to j theta പ്ലസ് e raised to minus j theta എന്താ 2 കോസ് തീറ്റ. ആ രീതിയിലല്ലേ നമുക്ക് ഇവിടെ വരുന്നത്. ഈ ഐഡന്റിറ്റി നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് മ്യൂ im e raised to minus j beta ഡിവൈഡ് ബൈ 4πr അതിനൊരു ചേഞ്ചും ഇല്ല. അതുപോലെ തന്നെ 0 to h ഇവിടെ തൊട്ടാണ് നമ്മളിവിടെ മാറ്റാൻ വേണ്ടി പോകുന്നത്. 0 to h ഇന്റഗ്രൽ 0 to h കോസ് ബീറ്റ ഇസഡ് കോമൺ ആയിട്ടുള്ള ടൈം നമ്മൾ എടുത്തു. 2 ഇവിടെ എന്താ 2 കോസ് തീറ്റ എന്നല്ല വരുന്നത്. 2 കോസ് തീറ്റയുടെ പ്ലേസ് ഇവിടെ ബീറ്റ ഇസഡ് കോസ് തീറ്റ ബീറ്റ ഇസഡ് കോസ് തീറ്റ ഡി ഇസഡ് എന്നാണ് വരിക. ഇവിടെ വീണ്ടും നമുക്ക് നോക്കാം. ഇത് കോസ് എ കോസ് ബി എന്നുള്ളത് ഇത് കണ്ട് ഇത് കോസ് എ ആയിട്ട് എടുക്കാം. ഇത്രയും ടൈമിനെ നമുക്ക് കോസ് ബി ആയിട്ട് എടുക്കാം. അപ്പം കോസ് എ കോസ് ബി 2 കോസ് എ കോസ് ബി എന്നാണ് വരുന്നത്. 2 കോസ് എ കോസ് ബി എന്ന് പറഞ്ഞ ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്നാണ് വരിക. അപ്പൊ നമുക്ക് എയും ബിയും അറിയാം. ആ ഐഡന്റിറ്റി നമുക്ക് ഇനിയിപ്പോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് എ ഇസഡിനെ നമ്മൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി വെച്ച് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. എങ്ങനെ വരും എന്നതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മ്യൂ im e raised to j beta r ഡിവൈഡ് ബൈ 4π നേരത്തെ എടുത്ത ഇക്വേഷന്റെ ആ പോർഷൻ അതുപോലെ തന്നെ കൊടുക്കുക. നമ്മൾ എന്താ പറയുക കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി അല്ലേ. അപ്പം എ എന്ന് പറയുന്നതല്ലേ എ പ്ലസ് ബി അല്ലെ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to h പിന്നെ ബാക്കിയുള്ളത് കോസ് ബീറ്റ പ്ലസ് ബീറ്റ കോസ് ഇസഡ് പ്ലസ് കോസ് ബീറ്റ ഇസഡ് മൈനസ് ബീറ്റ ഇസഡ് കോസ് തീറ്റ ഡി ഇസഡ് എന്നാണ് നമുക്ക് വരിക. ഇവിടെയും നമുക്കറിയാം കോസ് ബീറ്റ ഇസഡിന് ബീറ്റ ഇസഡ് നമുക്ക് ഇവിടെ കോസ് ബീറ്റ ഇസഡ് പ്ലസ് ബീറ്റ ഇസഡ് കോസ് തീറ്റ ബീറ്റ ഇസഡ് നമുക്ക് ഔട്ട് സൈഡിലോട്ട് എടുക്കാം. അപ്പൊ അവിടെ ബാക്കി എന്ത് വരും 1 പ്ലസ് കോസ് തീറ്റ. ഈ സൈഡിലോ 1 മൈനസ് കോസ് തീറ്റ. ഇവിടെ വീണ്ടും രണ്ട് ടൈം നമുക്ക് കോമൺ ആയിട്ട് വന്നു കോസ് ബീറ്റ ഇസഡ്. അതിനെ നമുക്ക് അടുത്ത ടൈമിൽ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ അതിനെ കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്താ ചെയ്യണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വിത്ത് റെസ്പെക്ട് ടു ഡി ഇസഡിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം മ്യൂ im e raised to minus j beta ഡിവൈഡ് ബൈ 4πr ഇവിടെ എന്തെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷമുള്ള ആൻസർ ആണ്. നമുക്ക് എഴുതുമ്പോഴത്തേക്ക് എന്തായിരിക്കും കോസ് ബീറ്റ ഇസഡിനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും സൈൻ ബീറ്റ ഇസഡ് 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ അതായത് ഇസഡിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ബി ഡിവൈഡ് ബൈ ബീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. പി സൈഡിൽ വരുമ്പോഴോ സൈൻ ബീറ്റ ഇസഡ് 1 മൈനസ് കോസ് തീറ്റ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ് നമുക്കിവിടെ കിട്ടുക. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എച്ചിന്റെ വാല്യൂ അതായത് L is equal to 2h that's equal to lambda by 2. അപ്പൊ എച്ചിന്റെ വാല്യൂ നമുക്ക് എന്താ π/4 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ നമുക്ക് ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതുക. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 1 മൈനസ് കോസ് തീറ്റ ഈ ബീറ്റ കോമൺ ആയത് കാരണം ആ ബീറ്റ നമുക്ക് ഔട്ട് സൈഡിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്തുവരും 1 മൈനസ് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ സൈൻ ബീറ്റ ഇസഡ് 1 പ്ലസ് കോസ് തീറ്റ പ്ലസ്
ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് തീറ്റ സൈൻ ബീറ്റ ഇസഡ് 1 മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ നമുക്കറിയാവുന്ന ഒരു ഐഡന്റിറ്റി എന്താ, സൈൻ സ്ക്വയർ തീറ്റ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്താണ് ഈ ഇസഡിന്റെ പ്ലേസിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അടുത്ത കേസിൽ നമ്മൾ ആ രണ്ട് കേസും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം. അതായത് ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം. ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഒമേഗ ബൈ സി എന്നൊക്കെ എടുത്ത് നമ്മൾ പഠിച്ചതിനകത്ത് പൈയുടെ രീതിയിലുള്ള ഇക്വേഷൻ ഉണ്ട് ബീറ്റയുടെ. അതായത് 2π ബൈ ലാംഡ എന്ന് പറയുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഒരു മ്യൂ ഐ എം ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ആർ 4π ബീറ്റ ആർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഇക്വേഷൻസ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു ബീറ്റ ആർ 1 മൈനസ് കോസ്. ഇവിടെ എന്താ, ഇവിടെ നമ്മൾ ബീറ്റ ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞത്. അപ്പം ബീറ്റ ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ ഏതാ രീതി വരുന്നത്, അപ്പൊ നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞാൽ 2π ബൈ ലാംഡ അറിയാം, എച്ച് എന്ന് പറയുന്നത് ലാംഡ ബൈ 4. ഇത് രണ്ടും കൂടെ ഒരുമിച്ചല്ലേ ബീറ്റ ഇസഡ്. എച്ച് എന്ന് പറഞ്ഞത് നമ്മൾ ഇസഡിന്റെ പ്ലേസിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എച്ച് എന്നുള്ള വാല്യൂ കൊടുക്കുക. എച്ചിന് പകരം നമ്മൾ ലാംഡ ബൈ 4 കൊടുക്കാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇടുന്നത് എന്താ, π/2 കിട്ടും. അപ്പൊ ആ വാല്യൂ ആണ് നമുക്ക് ഈ കിടക്കുന്ന ഈ π/2 എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ സൈൻ ബീറ്റ ഇസഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, π/2. ഇവിടെയും നമ്മൾ ആ സെയിം വാല്യൂ ആണ് π/2 എന്നുള്ളത്. പിന്നെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഞാൻ എന്താ പറഞ്ഞത്, സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള വാല്യൂ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം സൈൻ π/2. ഈ π/2 നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്നാ വാല്യൂ വരുന്നത്, അതായത് ഈ സൈൻ π/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റും സൈൻ π/2 പ്ലസ് π/2 കോസ് തീറ്റ. അങ്ങനെയല്ല നമുക്കിവിടെ വരിക, സൈൻ π/2 പ്ലസ് π/2 കോസ് തീറ്റ എന്ന് വരും. അപ്പൊ എന്തായിരിക്കും, അതായത് സൈൻ π/2 പ്ലസ് തീറ്റ കോസ് തീറ്റ വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സൈൻ π/2 പ്ലസ് π/2 കോസ് തീറ്റ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് കോസ് π/2 കോസ് തീറ്റ നമുക്ക് എഴുതാൻ വേണ്ടി. ഇത് നേരത്തെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ അതേ ഐഡന്റിറ്റിയാണ്. ഇവിടെ സൈൻ്റെ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഏത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ് π/2 കോസ് തീറ്റ എന്ന് കൊടുക്കാം. അതാണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, ഈ ഒരു ടേം വരുന്നത്. അതായത് കോസ് π/2 1 മൈനസ് കോസ് തീറ്റ, ഈ സൈൻ π/2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അകത്തോട്ട് നമുക്ക് π/2 വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോസ് π/2 കോസ് തീറ്റ. അത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ കോസ് π/2 കോസ് തീറ്റ എന്നാണ് നമ്മളിവിടെ വരിക. അപ്പൊ ഇനി നമുക്ക് എടുക്കുന്നത് ഈ രണ്ട് ടേമും കോസ് π/2 കോസ് തീറ്റ കോമൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ഔട്ട് സൈഡിലേക്ക് മാറ്റുവാണ് ചെയ്തേക്കുന്നത്. അപ്പം കോസ് π/2 കോസ് തീറ്റ എന്ന് പറയുന്നത് ബാക്കി ഇവിടെ നിന്നുള്ള ടൈമല്ല, ഇത് കറക്റ്റ് അതുപോലെ തന്നെ എഴുതണം കേട്ടോ. കോസ് π/2 കോസ് തീറ്റ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് കോസ് തീറ്റ, ഇവിടെ 1 മൈനസ്, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. പിന്നെ എന്ത് കിട്ടും, 2 എന്നുള്ള വാല്യൂവേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ആ 2ഉം ഈ 4πr-ന് 2ഉം കൂടെ നമുക്ക് വേണേൽ ക്യാൻസൽ ചെയ്ത് 2π ബീറ്റ ആർ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, ആ π/2 അതായത് കോസിന്റെ പ്ലസ് കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്യുക. പ്ലസ് കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ടേം ആണ് നമ്മളിവിടെ. ഇവിടെ എന്താ, പ്ലസ് കോസ് തീറ്റ നമ്മളിവിടെ എടുത്താൽ പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് 1 + 1 2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ആ 2ഉം ഈ താഴത്തെ 4πr-ന് 2 കൂടെ വേണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമ്മളുടെ AZ ആണ്. AZ എന്ന് പറയുമ്പോൾ എന്തായാലും മ്യൂ IM e raised to j beta r divided by 4πr. വേണമെങ്കിൽ 2 ക്യാൻസൽ ചെയ്യാം, 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയർ ഇതെല്ലാം നമുക്ക് സെയിം തന്നെ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AZ is equal to എന്ത് വരും, AZ is equal to mu IM e raised to minus j beta r divided by 2π beta r into cos of π/2 cos theta divided by sin square theta. ഇത് നമുക്ക് AZ ആണ് കിട്ടിയത്. ഇത് നമ്മൾ ഷോർട്ട് വേവ് ഡൈപോൾ ചെയ്ത പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ, സ്പെറിക്കൽ കോർഡിനേറ്റിലേക്കാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ എന്താ, AR എന്ന് പറഞ്ഞാൽ AZ കോസ് തീറ്റ അറിയാം, A തീറ്റ എന്ന് പറഞ്ഞാൽ AZ മൈനസ് AZ സൈൻ തീറ്റ ആണെന്ന് അറിയാം, A5 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്താ, ഇനി വെക്ടർ പൊട്ടൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ പൊട്ടൻഷ്യലേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതാണ് വെക്ടർ പൊട്ടൻഷ്യൽ. നമുക്ക് ഫീൽഡ് നോക്കുക, mu × H5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണെങ്കിൽ ഒരു കമ്പോണന്റ് മാത്രമേ നമ്മളിവിടെ എടുക്കത്തുള്ളൂ. A5 ഓൾറെഡി തന്നെ 0 ആണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഷോർട്ട് ഡൈപോളിന്റെ കേസ് നമ്മൾ വരച്ച് പറഞ്ഞിട്ടുണ്ട്. A5 0 ആയിട്ട് നമ്മൾ എടുത്തു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ടോ, ഡോ/ഡോ തീറ്റ ഓഫ് AR നമ്മൾ എടുത്തു. നമുക്ക് ഈ ഒരു ടേം നമ്മൾ എടുക്കത്തില്ല, കാരണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഫാർ ഫീൽഡ് കമ്പോണൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതിനകത്ത് വരുമ്പോൾ 1/r² ടേം വരും. അതിനെ R എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ കൊടുക്കും. ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ പറഞ്ഞതാണ്. അപ്പൊ അത് കാരണം ഈ ഒരു ടേമും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ എടുക്കത്തില്ല. ഈ ഒരു കാര്യം മാത്രം 1/r × ഡോ/ഡോ/r r × AZ സൈൻ തീറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ AZന്റെ വാല്യൂ, അതായത് ഈ AZന്റെ വാല്യൂ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്.